നെക്സ്റ്റ് ത്രെട്ടാണ് ഫിഷിങ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, ഒറിജിനൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റിനെ പോലെ തന്നെ അതിനോട് സിമിലറായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് വല്ല ബാങ്കിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ വല്ല എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ജെന്യുവനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ്, യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, അക്കൗണ്ട് നമ്പർ, അങ്ങനെ കുറേയൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ അതിലേക്ക് കൊടുക്കും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, അവർ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് വരുന്ന ത്രെട്ടിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റാണ് ഡിനയൽ ഓഫ് സർവീസ്, ഡോസ് അറ്റാക്ക്. ഡോസ് അറ്റാക്ക് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത് വെബ് സെർവേഴ്സാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, സെർവർ ഹാക്ക് ചെയ്തു. അപ്പോൾ ഒരു വെബ് സെർവറിനെ എയിം ചെയ്തിട്ട് ഉള്ള ഒരു അറ്റാക്കിനെയാണ് നമ്മൾ ഡോസ് അറ്റാക്ക് എന്ന് പറയുക. അങ്ങനെ എന്തെങ്കിലും ഒരു വെബ് സെർവറിനെ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഡാറ്റയൊക്കെ അവർ സ്റ്റീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഡോസ് അറ്റാക്ക്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ എന്ത് ചെയ്യുന്നു, മെസ്സേജസ് അയക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടുപേരും മെസ്സേജസ് അയക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ആ മെസ്സേജുകൾ അല്ലെങ്കിൽ ഡാറ്റേനെ ഹാക്ക് ചെയ്തെടുത്ത് കൊണ്ടുപോകുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജിങ്, അതിൻ്റെ ഇടയിൽ വന്ന് നമ്മുടെ ഡാറ്റയൊക്കെ ചോർത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു അറ്റാക്കിനെയാണ് നമ്മൾ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ത്രെട്ടുകൾ വരുന്നത്, കമ്പ്യൂട്ടർ ത്രെട്ടുകൾ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് പ്രിവെൻറ്റിങ് നെറ്റ്വർക്ക് അറ്റാക്സ്. ഇതുപോലുള്ള അറ്റാക്കുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, അതിനേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് ഫയർവാൾ. ഫയർവാൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇമെയിൽസ് ഒക്കെ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫയർവാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെയും നമ്മളുടെ സിസ്റ്റത്തിൻ്റെയും സെൻറ്ററിൽ ഒരു വോള് പോലെ നിൽക്കും. അത് ആവശ്യമുള്ള ഡാറ്റേനെ മാത്രമേ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് തരുള്ളൂ. ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന ഡാറ്റകളിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് ഒരു ദോഷം വരാത്ത രീതിയിലുള്ള ഡാറ്റേനെ ആയിരിക്കും കടത്തി വിടുന്നത്. അപ്പം അങ്ങനെ ഒരു വോള് പോലെ നിർത്താനായിട്ടാണ് ഫയർവാൾ ഉള്ളത്. എ ഫയർവാൾ ഈസ് എ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ